ഹലോ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നെഗറ്റീവ് നമ്പേഴ്സ് എന്നുള്ള ഈ ചാപ്റ്ററിന് ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യാണ്. നമ്മളെ ടെക്സ്റ്റിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ നെഗറ്റീവ് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിച്ചില്ലേ, ന്യൂനസംഖ്യകൾ എങ്ങനെ ഗുണിക്കാം എന്നൊക്കെ നമ്മൾ പഠിച്ചു. നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? For a point starting at a point P and traveling along a straight line, time of travel is taken as t and the distance from P as s. The relation between s and t is found to be s equal to 12t minus 2t square. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഒരു പോയിന്റിൽ നിന്ന് പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ഒരു വസ്തു സഞ്ചരിക്കാൻ തുടങ്ങുന്നുണ്ട്. എന്താണ്, സ്ട്രൈറ്റ് ലൈനിലാണ് സഞ്ചരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സഞ്ചരിക്കുന്ന സമയം എന്ന് പറയുന്നത് എന്താണ്? ടി ആണ്. ആൻഡ് ദൂരം, സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എസ് ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഈ ടിയും എസും തമ്മിലുള്ള ഒരു റിലേഷനും തന്നിട്ടുണ്ടല്ലേ. എന്താണ് പറഞ്ഞത്? പി എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ നിന്ന് ഒരു വസ്തു സഞ്ചരിക്കാൻ തുടങ്ങുന്നുണ്ട് സ്ട്രൈറ്റ് ലൈനിൽ. ഇത് നമ്മളൊരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ്? പിയിൽ നിന്ന് വലത്തോട്ടുള്ള അകലം അതിസംഖ്യയായും ഇടത്തോട്ടുള്ള അകലം ന്യൂനസംഖ്യയുമായാണ് എടുക്കേണ്ടതെന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ വസ്തു സഞ്ചരിക്കുന്നത് ഇങ്ങോട്ടാണെങ്കിൽ, അതായത് റൈറ്റിക്കാണെങ്കിൽ, വലത്തോട്ടാണെങ്കിൽ അത് പോസിറ്റീവ് സംഖ്യയും, ആ വസ്തു സഞ്ചരിക്കുന്നത് പിന്റെ ഇടത്തെ ഭാഗത്തേക്കാണെങ്കിൽ അത് നെഗറ്റീവ് സംഖ്യ ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇത്ര ഓർത്ത് വെച്ചാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ അത് റൈറ്റ് സൈഡിലേക്കായിരിക്കും, അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് വലത്തോട്ടായിരിക്കും. നെഗറ്റീവ് സംഖ്യ ആണെങ്കിൽ, ന്യൂനസംഖ്യ ആണെങ്കിൽ അതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. ഓക്കെ, ഇടത്തോട്ടായിരിക്കും. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. എന്താണ്? ഈസ് ദ പൊസിഷൻ ഓഫ് ദ പോയിന്റ് ടു ദ റൈറ്റ് ഓർ ലെഫ്റ്റ് ഓഫ് പി ടിൽ 6 സെക്കൻഡ്സ്. നമ്മോട് പറഞ്ഞിട്ടുള്ളത് 6 സെക്കൻഡ് ആകുന്നത് വരെ വസ്തുവിന്റെ സ്ഥാനം പിയുടെ ഇടത്തോ വലത്തോ. 6 സെക്കൻഡ് വരെ ഈ നമ്മൾ വസ്തു സഞ്ചരിക്കുന്നുണ്ടെന്നല്ലോ പറഞ്ഞല്ലോ. 6 സെക്കൻഡ് ആവണത് വരെ ആ വസ്തുവിന്റെ സ്ഥാനം ഈ പി എന്ന് പറയുന്നതിന്റെ വലത്തായിരിക്കോ അതോ ഇടത്തെ ഭാഗത്തായിരിക്കോ? അതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ചോദിച്ചത്? 6 സെക്കൻഡ് ആകുന്നത് വരെ ആ സഞ്ചരിക്കുന്ന വസ്തുവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ പിന്റെ ഇടത്തായിരിക്കോ വലത്തായിരിക്കോ? ഓക്കെ, നമുക്ക് നോക്കി നോക്കല്ലേ. അപ്പോൾ 6 സെക്കൻഡ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ കാണേണ്ടി വരും? ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആയിട്ടുള്ളതും, ടൈം 2 സെക്കൻഡും, ടൈം എന്ന് പറയുന്നത് 3 സെക്കൻഡ് ആയിട്ടും, ടൈം എന്ന് പറയുന്നത് 4 സെക്കൻഡും, ടൈം 5 സെക്കൻഡ് ആയിട്ടുള്ളതും കാണേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ സമയത്തുള്ളൊക്കെ പൊസിഷൻ എവിടെ ആയിരിക്കും നമുക്ക് കാണേണ്ടി വരും. കാരണം 6 സെക്കൻഡ് വരെയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടി 1 സെക്കൻഡ് ആവുമ്പോൾ പിന്റെ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ദൂരം എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ദൂരം തമ്മിൽ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 12t മൈനസ് 2t സ്ക്വയർ ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് s is equal to 12t മൈനസ് 2t സ്ക്വയർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ t is equal to 1 ആണെങ്കിൽ ടൈം 1 സെക്കൻഡിൽ നമ്മൾ എവിടെ ആയിരിക്കും ഡിസ്റ്റൻസ് എന്ന് നോക്കാം. എസ് എന്തായിരിക്കും നോക്കാം. 1 സെക്കൻഡ് ആകുമ്പോൾ t 1 ആകുമ്പോൾ 12 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ. 12 ഇൻറ്റു 1 12 ആണ്, മൈനസ് 2 ഇൻറ്റു 1 സ്ക്വയർ. 1 സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. 2 ഇൻറ്റു 1 2 ആണ്. 12 മൈനസ് 2 10 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടി എന്താണ്? 10 എന്ന് കിട്ടി. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലെഫ്റ്റ് ആയിരിക്കോ റൈറ്റ് ആയിരിക്കോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 1 സെക്കൻഡിൽ നമുക്ക് +10 എന്ന് കിട്ടി. അപ്പോൾ +10 എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് ആണ്. പ്ലസ് എന്നുണ്ടെങ്കിൽ റൈറ്റ് ആണ്. ഓക്കെ, നമ്മളോട് ക്വസ്റ്റ്യൻ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലസ് എന്നുണ്ടെങ്കിൽ റൈറ്റ് ആയിരിക്കും. നമുക്ക് കിട്ടിയത് +10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു അതിസംഖ്യ ആയതുകൊണ്ട് തന്നെ അപ്പോൾ 1 സെക്കൻഡിൽ ടി എവിടെ ആയിരിക്കും? 1 സെക്കൻഡിൽ പിന്റെ ഏത് ഭാഗത്തായിരിക്കും നമ്മുടെ സഞ്ചരിക്കുന്ന ആ വസ്തുവിന്റെ എവിടെ ആയിരിക്കും? പിന്റെ റൈറ്റിലായിരിക്കും അല്ലേ, പിന്റെ വലത്തെ ഭാഗത്തായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ടി എന്ന് പറയുന്നത് 2 സെക്കൻഡിൽ എവിടെ ആയിരിക്കും നോക്കാം. 2 സെക്കൻഡിൽ ടി is equal to 2 സെക്കൻഡിലാവുമ്പോൾ അപ്പോൾ s is equal to 12 ഇൻറ്റു 2 മൈനസ് 2 ഇൻറ്റു 2 സ്ക്വയർ. 12 ഇൻറ്റു 2 എന്താണ്? 12 ഇൻറ്റു 2 24 അല്ലേ. 24 മൈനസ് 2 ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണല്ലേ. 4 24 മൈനസ് 4 ഇൻറ്റു 2 8. 24-ന് 8 കുറച്ചാൽ എന്താണ്? 16 അല്ലേ. 16. അപ്പോൾ ഇതും നമുക്ക് എന്താണ്? ഇതും പോസിറ്റീവ് 16 ആണ്. അപ്പോൾ നമ്മൾ എന്ത് മനസ്സിലാക്കണം? പോസിറ്റീവ് ആകുമ്പോൾ റൈറ്റ് അല്ലേ.
പോസിറ്റീവ് ആകുമ്പം റൈറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ പൊസിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? പിന്റെ വലത്തോട്ടായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ 3 സെക്കൻഡ് ആണെങ്കിൽ നമുക്ക് നോക്കാം. t is equal to 3 സെക്കൻഡ് ആണെങ്കിൽ s is equal to 12 into 3 minus 2 into 3 square. 12 into 3 12 into 3 എന്താണ്? 36 അല്ലേ? 36 മൈനസ് 2 into 3 square 9. 36 മൈനസ് 18. 36 മൈനസ് 18 എന്താണ്? 18 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെയും പ്ലസ് 18 ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? 3 സെക്കൻഡിലും എന്തായിരിക്കും? റൈറ്റിൽ തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 4 സെക്കൻഡിൽ എന്തായിരിക്കും നോക്കല്ലേ. അപ്പോൾ t is equal to 4 സെക്കൻഡ് ആണെങ്കിൽ എന്താണ്? s equal to 12t മൈനസ് 2t സ്ക്വയർ ആണല്ലേ. അപ്പോൾ 12 into 4 മൈനസ് 2 into 4 സ്ക്വയർ എന്തായിരിക്കും? 12 into 4 എന്താണ്? 48 ആണ്. മൈനസ് 2 into 4ന്റെ സ്ക്വയർ എന്താണ്? 16 ആണ്. അപ്പോൾ 48 മൈനസ് 6 into 2 into 16 എന്താണ്? 32 അല്ലേ? 48 മൈനസ് 32 നമുക്ക് എന്താണ് കിട്ടുക? 16 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും കിട്ടുന്നത് എന്താണ്? പ്ലസ് പോസിറ്റീവ് 16 ആണ്. അപ്പോൾ നമ്മളർത്ഥം അപ്പോഴും ആ വസ്തുവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങോട്ടായിരിക്കും? റൈറ്റിലോട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 4 സെക്കൻഡും നമുക്ക് റൈറ്റ് കിട്ടി. ഇനി നമുക്ക് t എന്ന് പറയുന്നത് 5 സെക്കൻഡിൽ എന്താ നോക്കാം. s is equal to 12 into 5 മൈനസ് 2 into 5 സ്ക്വയർ. അപ്പോൾ 12 into 5 എന്താണ്? 12 into 5 60 ആണ്. 60 മൈനസ് 2 into 25. 60 മൈനസ് 2 into 25 എന്താണ്? 25 2 50. 60 50 പോലെ 10. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ഇതും പോസിറ്റീവ് 10 ആണ്. അപ്പോൾ എന്താണ്? പിന്റെ പൊസിഷൻ എങ്ങോട്ടായിരിക്കും? ടൈം 5 സെക്കൻഡിലും പൊസിഷൻ എന്ന് പറയുന്നത്, ആ വസ്തുവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് റൈറ്റിലോട്ട് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മളിപ്പോൾ 6 സെക്കൻഡ് വരെയുള്ള കണ്ടു. 6 സെക്കൻഡ് വരെ അപ്പോൾ ആ വസ്തുവിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് എങ്ങോട്ട് തന്നെ ആയിരിക്കും? റൈറ്റിലേക്ക് തന്നെ ആയിരിക്കും അല്ലേ? 1 സെക്കൻഡിലും 2 സെക്കൻഡിലും 3 സെക്കൻഡിലും 4 സെക്കൻഡും 5 സെക്കൻഡും ഒക്കെ സഞ്ചരിക്കുമ്പോഴും എന്താണ്? ആ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ്? പിന്റെ വലത്തോട്ടാണല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. വേർ ഇസ് ദ പൊസിഷൻ അറ്റ് 6 സെക്കൻഡ്? 6 സെക്കൻഡിൽ എവിടെ ആയിരിക്കും ആ വസ്തുവിൻ്റെ പൊസിഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എന്താണ് കൊടുക്കേണ്ടത്? ടിക്ക് 6 സെക്കൻഡ് കൊടുക്കാം. 6 സെക്കൻഡിൽ പൊസിഷൻ എവിടെയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എസ്സിന് എന്ത് കൊടുക്കാം? എസ്സിൽ ടിക്ക് എന്ത് കൊടുക്കാം? t is equal to 6 എന്ന് കൊടുക്കാം. അപ്പോൾ 12 into 6 മൈനസ് 2 into 6 സ്ക്വയർ. 12 into 6 എന്താണ്? 12 into 6 എന്ന് പറയുന്നത് 72 ആണ്. 2 into 6 സ്ക്വയർ എന്ന് പറയുന്നത് 36 ആണല്ലേ. അപ്പോൾ 72 മൈനസ് 2 into 36 എന്ന് പറയുന്നത് എന്താണ്? 72 ആണ്. അപ്പോൾ 72 മൈനസ് 72, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ അതിനർത്ഥം എന്താണ്? 0 എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ ആ വസ്തുവിൻ്റെ പൊസിഷൻ അപ്പോൾ എന്തായിരിക്കും? പിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം അത് അവിടെ ഇങ്ങനെ സ്റ്റക്ക്, അതായത് അനങ്ങാതെ നിൽക്കായിരിക്കും, റെസ്റ്റിലായിരിക്കുമല്ലേ. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പിയിൽ തന്നെ ആയിരിക്കും. ആ പോയിന്റ് പിയിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത്, ഓക്കെ, പൊസിഷൻ എന്ന് പറയുന്നത് പോയിന്റ് പിയിലായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 6 സെക്കൻഡിൽ നമുക്ക് കിട്ടി എന്ത്? പൊസിഷൻ 0, അതായത് പിയിൽ തന്നെ ആയിരിക്കും ആ വസ്തുവിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് ചോദിച്ചിട്ടുള്ളത് ആഫ്റ്റർ 6 സെക്കൻഡ് എന്തായിരിക്കും പൊസിഷൻ എന്നാണ്. അപ്പോൾ നമ്മൾ ആഫ്റ്റർ 6 സെക്കൻഡ് നോക്കാൻ നമ്മൾ എന്താക്കുക? 6ന് ശേഷമുള്ള ഒരു സംഖ്യ ടിക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് t is equal to 7 തന്നെ ആക്കി കൊടുത്തു നോക്കാം. അപ്പോൾ t എന്ന് പറയുന്നത് 7 സെക്കൻഡ് ആണെങ്കിൽ പൊസിഷൻ എന്താ നമുക്ക് കിട്ടുക എന്ന് നോക്കാം. അപ്പം എസ്സിൽ ടിക്ക് എന്ത് കൊടുക്കുക? 7 എന്ന് കൊടുക്കുമ്പോൾ 12 into 7 മൈനസ് 2 into 7 സ്ക്വയർ. 12 into 7 എന്ന് പറയുമ്പോൾ എന്താണ് കിട്ടുക? 12 into 7 എന്ന് പറഞ്ഞാൽ 84 ആണ്. 84 മൈനസ് 2 into 7 സ്ക്വയർ. 7 into 7 49 ആണ്. 84 മൈനസ് 2 into 49 98 ആണ്. 84 മൈനസ് 98, ചെറിയ സംഖ്യ എന്ന് വലിയ സംഖ്യയാണല്ലേ കുറക്കാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലുതിന് ചെറുത് കുറച്ചിട്ട് വലിയ സംഖ്യേൻ്റെ സൈൻ ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 98 84 കുറച്ചാൽ നമുക്ക് 14 എന്ന് കിട്ടും.
വലിയത് 98 ആണ്, 98ന്റെ സൈന് മൈനസ് ആണ്, അപ്പോൾ നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന സൈന് നമ്മൾ ശ്രദ്ധിക്കുക, എന്താണ് നമുക്ക് കിട്ടിയത്, നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റും നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റും ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് ആണ്, ഇത് നമുക്ക് നെഗറ്റീവ് ആണ്, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആഫ്റ്റർ 6 സെക്കൻഡ് എന്തായിരിക്കും ആ വസ്തുവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്, അത് സഞ്ചരിച്ചാണ്ട് ഇവിടെ ഏത് ഭാഗത്തായിരിക്കും, പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ആ വസ്തു ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി 6 സെക്കൻഡ് വരെ ആ വസ്തു എവിടെ ആയിരിക്കും, പിന്റെ റൈറ്റ് ആയിരിക്കും, പിന്റെ വലത്തെ ഭാഗത്തായിരിക്കും. ആൻഡ് 6 സെക്കൻഡിൽ അത് പിയിൽ തന്നെ ആയിരിക്കും ആ വസ്തു നിൽക്കുന്നത്, പിയിൽ തന്നെ ആയിരിക്കും, ആ പോയിന്റിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത്. ഇനിയിപ്പോൾ 6 സെക്കൻഡിന്റെ ശേഷമാണെങ്കിലോ അതെന്തായിരിക്കും, പി എന്ന് പറഞ്ഞ പോയിന്റിന്റെ ലെഫ്റ്റ് ഭാഗത്തായിരിക്കും. ഓക്കെ ആണോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ പ്രോബ്ലം ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യുന്നത്. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.